വാർത്തകൾ വിശദമായി. മണ്ഡല മകരവിളക്ക് കാലത്ത് 51 യുവതികൾ പ്രശ്നങ്ങളില്ലാതെ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇവരുടെ വിശദമായ പട്ടികയും ഡിജിറ്റൽ സ്കാനിലൂടെ കിട്ടിയ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളുമാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചത്. ശബരിമല ദർശനം നടത്തിയതിന്റെ പേരിൽ സംഘപരിവാർ ആക്രമണം നേരിടുന്ന ബിന്ദുവിനും കനകദുർഗയ്ക്കും ഇപ്പോഴുള്ളമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ശബരിമലയിൽ കയറിയ ശേഷം നിരന്തരം സംഘപരിവാർ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പൂർണ്ണ സുരക്ഷ ആവശ്യപ്പെട്ട് ബിന്ദുവും കനകദുർഗയും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ സമീപിച്ചത്. തുടർന്ന് റിട്ട് ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഉത്തരവിട്ടു. ഇവർക്കുള്ള സംരക്ഷണം തുടരാൻ കോടതി നിർദ്ദേശിച്ചു. വിധിയുടെ അടിസ്ഥാനത്തിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള 7564 സ്ത്രീകൾ അയ്യപ്പ ദർശനത്തിനായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവരിൽ 51 പേർ പ്രശ്നങ്ങളില്ലാതെ സന്നിധാനത്തെത്തുകയും ദർശനം നടത്തിയെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വിജയ് ഹസാരിയ കോടതിയെ അറിയിച്ചു. ഇവരുടെ വിശദമായ പട്ടികയും ഡിജിറ്റൽ സ്കാനിലൂടെ കിട്ടിയ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളുമാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചത്. ഈ പട്ടികയിൽ കൂടുതലുള്ളത് ആന്ധ്ര, തമിഴ്നാട് സ്വദേശികളാണ്. 24 പേർ തമിഴ്നാട് സ്വദേശിനികളും 21 പേർ ആന്ധ്രയിൽ നിന്നുള്ളവരും 3 പേർ തെലങ്കാനയിൽ നിന്നുള്ളവരും കർണാടക, ഗോവ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് പട്ടികയിലുള്ളത്. പേര്, വയസ്സ്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, വിലാസം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പട്ടികയിലുണ്ട്. എന്നാൽ ഈ പട്ടിക തെറ്റാണെന്ന് ഭക്തർക്കായി ഹാജരായ അഭിഭാഷകർ വാദിച്ചു. എന്നാൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ലെന്നും കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഞങ്ങൾക്കറിയാമെന്നും കോടതി നിരീക്ഷിച്ചു. ബിന്ദുവും കനകദുർഗയും റിട്ട് ഹർജിയിൽ ആവശ്യപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് നാഗേശ്വർ റാവു, ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മണ്ഡലകാലത്തിനു ശേഷം നട അടയ്ക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ കേസ് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതില്ലെന്ന് ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി വാദിച്ചു. മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗാണ് ബിന്ദുവിനും കനകദുർഗയ്ക്കും വേണ്ടി ഹാജരായത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ച വിവരങ്ങൾ വെർച്വൽ ക്യൂ മുഖാന്തരമുള്ളതാണ്. എന്നാൽ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഇതുവരെ ദർശനം നടത്തിയ എല്ലാവരുടെയും പട്ടികയിൽ നിന്നുള്ള ഒരു വിവരം സുപ്രീം കോടതിയെ അറിയിക്കേണ്ടി വരും. എന്തായാലും ഈ വരുന്ന ജനുവരി 22-ന് ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടി വരും. കാരണം ഇപ്പോൾ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിലാണ്. സുപ്രീം കോടതിയിൽ നിന്നും ഹരീഷ് ചരങ്ങാട്ട്. ശബരിമലയിലെത്തിയ 51 യുവതികൾ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ എത്തിയവരെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഈ സീസണിൽ 44 ലക്ഷം പേർ ശബരിമലയിൽ ദർശനം നടത്തി. ഇതിൽ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ മാത്രം എത്തിയത് 8.2 ലക്ഷം പേരാണ്. 7564 യുവതികളും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. കനകദുർഗയും ബിന്ദുവും എത്തിയത് രജിസ്റ്റർ ചെയ്യാതെയെന്നും ദേവസ്വം മന്ത്രി സ്ഥിരീകരിച്ചു. സർക്കാർ കൃത്യമായ കണക്കാണ് കോടതിയിൽ നൽകിയതെന്ന് ദേവസ്വം ബോർഡ് അംഗം വി ജയകുമാർ. കൃത്യമായ മിഷനറി വെച്ചാണ് സർക്കാർ കണക്കെടുത്തത്. തന്ത്രി ആചാര ലംഘനമോ കോടതി അലക്ഷ്യമോ നടത്തിയെങ്കിൽ ബോർഡ് നടപടിയെടുക്കും. സുരക്ഷ നൽകണമെന്ന സുപ്രീം കോടതി വിധിയിൽ സന്തോഷമെന്ന ശബരിമല ദർശനം നടത്തിയ ബിന്ദു. സ്ത്രീകളുടെ അന്തസ് ഉയർത്തുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. കൂടുതൽ ആളുകൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഭയം കാരണമാകും പുറത്തു പറയാത്തത്. സാധാരണ ജീവിതത്തിന് കൂടുതൽ സുരക്ഷ വേണം. അതിനാലാണ് കോടതിയെ സമീപിച്ചതെന്നും ബിന്ദു പറഞ്ഞു. 51 യുവതികൾ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ ശബരിമലയിൽ എത്തിയതിൽ കൃത്രിമമില്ലെന്ന് വിലയിരുത്തൽ. സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ളവർ ഇല്ല എന്നുള്ളത് ഇത് വ്യക്തമാക്കുന്നു. ഓരോ യുവതിയും ഓൺലൈൻ മുഖേനയാണ് അവരുടെ ആധാർ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ നടത്താനാകില്ല എന്നതും ഇതിലൂടെ വ്യക്തമാണ്. ശബരിമലയിൽ ദർശനത്തിനെത്താനുള്ള എളുപ്പമാർഗമാണ് ഭക്തർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ. ഇതുപയോഗിച്ച് തന്നെയാണ് 7564 യുവതികൾ ഈ മണ്ഡലകാലത്ത് രജിസ്റ്റർ ചെയ്തതും. ഇതിൽ ദർശനത്തിനെത്തിയ 51 യുവതികളിൽ ഭൂരിഭാഗം പേരും സ്വന്തം നിലയ്ക്കാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മറ്റു ചിലരാകട്ടെ ഓൺലൈൻ സംവിധാനത്തിലെ പരിചയക്കുറവ് മൂലം മറ്റ് ഇന്റർനെറ്റ് കഫേകൾ മുഖേനയാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ കൃത്രിമം കാട്ടാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നുള്ളതും ഇതിലൂടെ വ്യക്തം. ഒപ്പം സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ളവർ ആരുമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിലവിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിലെ യുവതികളുടെ പ്രായത്തെ ചൊല്ലി വിവാദമുയരുമ്പോൾ ശബരിമലയിൽ നിലനിന്ന സംഘർഷാന്തരീക്ഷം ഇതിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. അവർ രേഖപ്പെടുത്തിയ ആധാർ വിവരപ്രകാരം തന്നെയാണ് ശബരിമലയിൽ ഇവർ എത്തിയപ്പോൾ സ്ലിപ്പുകൾ സ്റ്റാമ്പ് ചെയ്ത് നൽകിയിട്ടുള്ളതും. വിവരം നിലവിൽ പുറത്തുവന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ജീവന് അപായമുണ്ടാകുമോ എന്ന പേടിയും ഇവരെ സത്യം പറയുന്നതിൽ നിന്നും അകറ്റി നിർത്തുന്നു എന്നാണ് വിദഗ്ധ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മണ്ഡല മകരവിളക്ക് കാലത്ത് 51 സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയതിന്റെ പട്ടിക സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയതോടെ അയിത്താചരണക്കാർ നേരിടുന്നത് വൻ പരാജയം. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്ക് പോലീസ് പിന്തുണ നൽകുന്നില്ലെന്ന വാദവും ആസ്ഥാനത്തായിരിക്കുകയാണ്. ഇതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ച് തലയൂരാനുള്ള ശ്രമത്തിലാണ് BJP. വാർത്തകൾ തുടരും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. കർണാടകയിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ 75 MLA-മാർ പങ്കെടുത്തു. 4 വിമത MLA-മാർ യോഗത്തിലെത്തിയില്ല. കോടതിയിൽ ഹാജരാകാൻ ഒരാൾ അവധി തേടി. JDS കോൺഗ്രസ് സഖ്യ സർക്കാരിന് പ്രതിസന്ധി ഒഴിഞ്ഞുപോയതായി കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. വയനാട് കൽപ്പറ്റ നഗരത്തിനരികിൽ പുലി വനം വകുപ്പിന്റെ കെണിയിൽ വീണു. ഗുഡലായി കുന്നിന് സമീപത്തെ റോക്ക് സൈഡ് എസ്റ്റേറ്റിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലർച്ചെ 3 മണിയോടെ പുലി കുടുങ്ങിയത്. പ്രദേശത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ രാപ്പകൽ ഭേദമന്യേ എത്തിയിരുന്ന പുലി പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരുന്നു. തുടർന്നാണ് വനം വകുപ്പ് പ്രദേശത്ത് പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിച്ചത്. പിടികൂടിയ പുലിയെ വനത്തിനുള്ളിൽ തുറന്നുവിട്ടു. വാട്ടർ ടാങ്ക് രംഗത്തെ പ്രമുഖരായ സെൽസ പോളിമേഴ്സ് വിപണിയിൽ പുത്തൻ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സമാനതകളില്ലാത്ത ദൃഢമായ ബ്ലോമോഡ് HM HDPE സെൽസ റെനോ സെപ്റ്റിക് ടാങ്കുകൾ വിപണിയിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സെൽസ ഗ്രൂപ്പ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാഹ്യസമ്മർദ്ദങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ ശേഷിയുള്ളതാണ് സെൽസ ടാങ്കുകളെന്ന് സെൽസ ഗ്രൂപ്പ് അവകാശപ്പെട്ടു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി VK മുഹമ്മദ് സാഹിബിന്റെ ഭാര്യ CP ആയിഷുമ്മ അന്തരിച്ചു. കൈരളി TV ഡയറക്ടർ VK മുഹമ്മദ് അഷ്റഫിന്റെ മാതാവാണ്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു. കൈരളി TVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, ഡയറക്ടർമാരായ AK മൂസ മാസ്റ്റർ, CK കരുണാകരൻ, മാർക്കറ്റിംഗ് വിഭാഗം മാനേജർ AS ജയശങ്കർ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. മൃതദേഹം വളാഞ്ചേരിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം അത്തിപ്പറ്റ ജുമാ മസ്ജിദിൽ ഖബറടക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.